विश्वं विष्णुर्वषत्कारो भूतभव्य भवत्प्रभुः भूतभृद्भावो भूतात्मा भूतभावनः भूतात्मा परमात्मा च मुक्तानां परमा गतिः अव्ययः पुरुषः साक्षी क्षेत्रज्ञोऽक्षर एव च योगो योगविदां नेता प्रधानपुरुषेश्वरः नारसिंहवपुः श्रीमान् केशवः पुरुषोत्तमः सर्वः शिवस्थाणुर्भूतादिर्निधिरव्ययः सम्भवो भावनो भर्ता प्रभवः प्रभुरीश्वरः स्वयंभूः शम्भुरादित्यः पुष्कराक्षो महास्वनः अनादिनिधनो धाता विधाता धातुरुत्तमः अप्रमेयो ऋषिकेशः पद्मनाभो मरप्रभुः विश्वकर्मा मनुस्त्वष्टा स्थविष्ठस्थविरो ध्रुवः अग्राह्यः शाश्वतः कृष्णो लोहिताक्षप्रदर्दनः നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരാചാരത്തിന്റെ ഭാഗവും അതിവിശിഷ്ടവുമായ ഒരു വിശ്വകർമ്മ ചിത്രരചനാ ശില്പമാണ് ഓണവില്ല്. ഈശ്വരോ വിക്രമീ ധന്വി മേധാവി വിക്രമക്രമഃ അനുത്തമോ ദുരാധർഷ കൃതജ്ഞകൃതിരാത്മവാൻ സുരേശ ശരണം ശർമ്മ വിശ്വരേത പ്രജാഭവഃ. ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി പരമ്പരാഗത പ്രപഞ്ചശില്പിയുടെ പിൻതലമുറക്കാരായ പഞ്ചകർമ്മികളിൽ മയ വിഭാഗത്തിൽപ്പെട്ട തച്ചന്മാരാൽ നിർമ്മിക്കപ്പെട്ട് ചായം പൂശി ചിത്രങ്ങൾ ആലേഖനം ചെയ്താണ് ഓണവില്ല് തയ്യാറാക്കുന്നത്. ഇതാണ് ഞങ്ങൾ പാരമ്പര്യമായിട്ട് തയ്യാറാക്കുന്ന ഓണവില്ലിൻ്റെ പണിപ്പുര. ഇത് ഞങ്ങളുടെ പൂർവികർ ഞങ്ങൾക്ക് തന്ന പാരമ്പര്യമായിട്ട് കൊണ്ടുതന്ന വില്ലിൻ്റെ അച്ചാണ്. ഇതിൻ്റെ അളവ് തന്നെ ഒരു വീട്ടിൻ്റെ ഒരു നല്ല മുറിയുടെ ഒരു ഉത്തമ കണക്കിൽ നിർമ്മിച്ചിരിക്കുന്ന നിർമ്മാണ രീതിയാണ്. അതിൽ വലിയ അളവിലുള്ള വില്ല് ഒന്ന്, രണ്ടാമത്തെ അളവ്, പിന്നെ മൂന്നാമത്തെ അളവ്, അങ്ങനെ 3 തരത്തിലുള്ള അളവും ഒരു തടിയിൽ തന്നെയാണ് കൊത്തു പണി ചെയ്ത് അളവ് നിർണയിച്ചിരിക്കുന്നത്. ഈ അളവിലാണ് ഒരു പലകയുടെ പുറത്ത് വച്ച് അടയാളപ്പെടുത്തി അതിനെ മുറിച്ച് വില്ലിൻ്റെ രൂപത്തിൽ ആക്കുന്നത്. ഇത് തലമുറകളായിട്ട് 5 തലമുറകളായിട്ട് കൈമാറി വന്നിട്ടുള്ള വില്ലിൻ്റെ അളവ് ആണിത്. ഇതിനകത്ത് ഭഗവാന്റെ ചിത്രങ്ങൾ ഉണ്ട്. വളരെ പഴക്കം ചെന്ന വില്ലാണിത്. ഈ ചിത്രങ്ങൾ നോക്കിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഈ ചിത്രങ്ങൾക്ക് വേണ്ടി നോക്കി അതിൻ്റെ നിറങ്ങളും അതിൻ്റെ അളവുകളും ഒക്കെ നോക്കി പകർത്തിയിരിക്കുന്നത്. ഇത് അതും ഇതുപോലെ നല്ല പഴക്കം ചെന്ന വില്ലാണ്. ഇതിനകത്ത് ഭഗവാന്റെ എല്ലാ രൂപങ്ങളും ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ ചിത്രങ്ങളും അതേപോലെ തന്നെ ഇങ്ങനെ പകർന്ന് വരച്ചുകൊണ്ട് വരികയാണ്. പിന്നെ ഇതിനകത്ത് ഈ രണ്ടറ്റത്തും ഞാണ് കെട്ടുന്നതിന് വേണ്ടിയിട്ട് വെട്ടിട്ടിട്ടുണ്ട്. അങ്ങനെ ഈ പലകയാക്കിയിട്ടാണ് ചുവന്ന ചായ ആദ്യം ഈ തടിയിൽ മഞ്ഞ പൂശുകയാണ് പതിവ്. മഞ്ഞ എന്ന് പറയുമ്പോൾ മഞ്ഞൾപ്പൊടി നന്നായിട്ട് അരച്ച് കലക്കി അരിച്ചെടുത്ത് അതിനെ ഈ തടിയുടെ പ്രതലത്തിൽ മഞ്ഞ മൊത്തം അങ്ങ് പൂശും. മഞ്ഞയും ചുണ്ണാമ്പും കൂടെ കലക്കി പിന്നെ ഇതിനെ ഒരു എരിക്കറയോ ഒക്കെ ഇട്ട് ആണ് ഇതിനെ നല്ല ഉറപ്പിക്കുന്നത്. അതിൻ്റെ പുറത്ത് ചുവപ്പ് നിറം പൂശും. ചുവപ്പ് നിറം പൂശുമ്പോൾ ശരിക്കും നല്ല ഒരു സാധാരണ കടും ചുവപ്പ് പോലുള്ള ഒരു വളരെ മഞ്ഞയും ചുവപ്പും കലർന്ന നിറമാണ് അതിൻ്റെ പ്രതലത്തിൽ വരുന്നത്. അങ്ങനെ ആ ചുവപ്പ് നിറത്തിൻ്റെ പുറത്ത് സ്കെച്ച് ഇടും. സ്കെച്ച് ഇട്ട് എന്നിട്ടാണ്
ഇതിനെ ആദ്യം ഈ ചിത്രങ്ങളുടെ ശരീരത്തിൻ്റെ ബോഡി കളർ ഇടും. ബോഡി കളർ എന്ന് പറയുമ്പോൾ ഭഗവാന് വേണ്ടിയിട്ട് കിളിപ്പച്ചയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. പിന്നെ ദ്വാരപാലകർക്കും അതേ കിളിപ്പച്ച ഉപയോഗിക്കും. ദേവിമാർക്ക് സാധാരണ തന്നെ ബോഡി കളർ തന്നെ ഉപയോഗിക്കും. ഋഷിമാർക്കും അതുപോലെ ശരീരത്തിൻ്റെ കളർ തന്നെ നിറങ്ങൾ ഉപയോഗിക്കുന്നത്. പിന്നെ വസ്ത്രങ്ങളും അതുപോലെ മഞ്ഞയും റോസും പച്ചയും നീലയും ഒക്കെ ആയിട്ട് ഓരോന്നിനും നിർണ്ണയിച്ചിട്ടുണ്ട്. അതാത് നിറങ്ങൾ ഇതിനകത്ത് കൊടുക്കുകയാണ് പതിവ്. ഇത് വലിയ വില്ല്. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ അളവ് എന്ന് പറയുന്നത് ദശാവതാരമാണ്. ദശാവതാരത്തിൻ്റെ അതിനകത്ത് ഇതുപോലെ ശരിക്കും അനാട്ടമി ശരീരത്തിൻ്റെ അളവുകളെല്ലാം കൃത്യമായിട്ടുള്ള രീതിയിലാണ് ആ ചിത്രങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇത് തന്നെ വളരെ പണ്ട് മുതലേ അതേ അളവിലും അതേ രീതിയിലും ഇങ്ങനെ പകർന്ന് ചെയ്യുകയാണ്. ഓണവില്ലിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് വാമന അവതാര ദിനമാണ് നമ്മൾ ഓണമായിട്ട് ആഘോഷിക്കുന്നത്. വാമനന്റെ രൂപം പൂണ്ട മഹാവിഷ്ണുവിൻ്റെ വിശ്വരൂപം കാണണമെന്ന് മഹാബലി ചക്രവർത്തിക്ക് ആഗ്രഹം ഉണ്ടാകും. ആ ആഗ്രഹം പ്രകാരം ഭഗവാനോട് അപേക്ഷിക്കും. അങ്ങനെ മഹാവിഷ്ണു, വാമനാവതാരം പൂണ്ട മഹാവിഷ്ണു തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കും. ദീർഘദൃഷ്ടിയുള്ള മഹാബലിക്ക് കാലാകാലങ്ങളിൽ കേരളം സന്ദർശിക്കുമ്പോൾ ഭഗവാൻ പല അവതാരങ്ങൾ എടുക്കാം എന്നുള്ള ഒരു ഉറപ്പ് ഉണ്ട്. അതുകൂടി കാണാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരു ആഗ്രഹം ഭഗവാനോട് അറിയിക്കും. മഹാവിഷ്ണു പറയും അതിന് ഏക പോംവഴി എന്ന് പറയുന്നത് വിശ്വകർമാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. വിശ്വകർമാവിനെ പ്രത്യക്ഷപ്പെടുത്തുകയും വിശ്വകർമാവ് തൻ്റെ ആൾക്കാരെ കൊണ്ട് കാലാകാലങ്ങളിൽ മഹാവിഷ്ണു എടുക്കുന്ന അവതാര കഥകൾ ചിത്രങ്ങളായിട്ട് വരച്ച് ഭഗവത് സന്നിധിയിൽ വരുന്ന മഹാബലി ചക്രവർത്തിക്ക് കാണിച്ചു കൊടുക്കാം എന്നൊരു വാഗ്ദാനം നൽകും. അതിൻ പ്രകാരം വിശ്വകർമ്മദേവൻ തൻ്റെ അനുചരന്മാരെ കൊണ്ട്, പിൻഗാമികളെ കൊണ്ട് ചിത്രങ്ങളായിട്ട് വരച്ച് വിഷ്ണു സന്നിധിയിൽ വരുന്ന മഹാബലിക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങാണ് ഈ ഓണവില്ല് സമർപ്പണം. ഇത് ഇപ്പോഴും വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയ ആചാരം. പത്മനാഭസ്വാമി ക്ഷേത്രം ഉണ്ടായ കാലം മുതൽ തന്നെ ഈ ചടങ്ങ് ഉണ്ടായിട്ടുണ്ട്. അതിന് അവിടുത്തെ രേഖകളിൽ തന്നെ പറയുന്നുണ്ട്. ആ ചടങ്ങ് ഇപ്പോഴും ഒരു മുറ തെറ്റാതെ അണുകിട വ്യത്യാസമില്ലാതെ ഞങ്ങൾ ആചരിച്ചു വരുന്നു. അതിൽ ഞങ്ങൾ കുടുംബക്കാരെല്ലാം വളരെയധികം കൃതാർത്ഥരാണ്. ഭഗവാനോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. മിത്രസമ്പതി കീർത്തി രോഗശാന്തിയുമുണ്ടാം. അധ്യാത്മരാമായണമെന്ന പേരിതിന്നിതമധ്യയനം ചെയ്യുന്നോർക്കധ്യാത്മജ്ഞാനമുണ്ടാം. പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസും മിത്രസമ്പതി കീർത്തി രോഗശാന്തിയുമുണ്ടാം. പൂർവികർ പകർന്നു നൽകിയ അനുഷ്ഠാനങ്ങൾ മുറതെറ്റിക്കാതെ മന്ത്രധ്വനിയോടുകൂടി തയ്യാറാക്കുന്ന പ്രസ്തുത വില്ല് ഒരു ഗൃഹത്തിൽ ഭക്തിയോടെ സൂക്ഷിച്ചാൽ ദൃഷ്ടിദോഷവും വാസ്തുദോഷവും മാറിക്കിട്ടും എന്ന് വിശ്വസിച്ചു വരുന്നു. ദേവഗണത്തിൽപ്പെട്ട തടി പ്രാർത്ഥനയോടെ പലകയാക്കി ഉത്തമ കണക്കിൽ തയ്യാറാക്കി ബ്രാഹ്മമുഹൂർത്തത്തിൽ മൂത്താശാരി ചൊല്ലുന്ന മന്ത്രസന്നിധിയിൽ ചിത്രരചന ആരംഭിക്കുന്നതുകൊണ്ട്
ഭഗവാന്റെ ചൈതന്യം ധാരാളം നിറഞ്ഞു നിൽക്കുന്നു. ദ്രാവിഡ ശൈലിയിൽ കേരളീയ നിറക്കൂട്ടുകൾ കൊണ്ട് തയ്യാറാക്കുന്നതാണ് ഈ ഓണവില്ലുകൾ. ഇവ ഓണക്കാലത്തു മാത്രമേ ലഭിക്കുകയുള്ളൂ. പൊന്നിൻ ചിങ്ങമാസത്തിൽ തിരുവോണനാൾ പുലർച്ചെ നടക്കുന്ന ഒരു ആഘോഷമാണ് ഓണവില്ല് സമർപ്പണം. പ്രധാനമായിട്ടും 4 തരത്തിലുള്ള വില്ലുകളിൽ മുഖ്യമായ അനന്തശയനം കഴിഞ്ഞാൽ അടുത്തത് ശ്രീരാമ കഥകൾ വരച്ച വില്ലാണിത്. ഇതിൽ ശബരിമോക്ഷം, പട്ടാഭിഷേകം, ശ്രീരാമ പാദം, ഭരതനെ പൂജിക്കുന്നത്, ഇത്രയും ചിത്രങ്ങളാണ് ഇതിനകത്ത് വരയ്ക്കുന്നത്. ഈ വില്ലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പാപമോക്ഷത്തിന് വേണ്ടി പൂർവികരുമായിട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതോ ചെയ്തിട്ടുള്ള പാപങ്ങൾക്ക് മുക്തി നേടുന്നതിന് വേണ്ടിയിട്ട് ഈ വില്ല് വീട്ടിൽ സൂക്ഷിച്ചാൽ അത് ഫലസിദ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അതിനാണ് ഈ ശ്രീരാമൻ്റെ വില്ല് ഉപയോഗിക്കുന്നത്. ഇത് മുഖ്യമായിട്ടും ശ്രീരാമൻ്റെ വിഗ്രഹത്തിലാണ് ചാർത്തുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം മതിലകം രേഖകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊല്ലവർഷം 677 ആണ്ടിൽ ക്ഷേത്രം പുനരുദ്ധാരണം നടത്തിയ വേളയിൽ ഓണവില്ല് സമർപ്പണം പുനരാരംഭിച്ചു എന്നാണ്. അതിനർത്ഥം ക്ഷേത്രത്തിൽ ഈ ചടങ്ങ് അതിപുരാതന കാലം മുതൽക്കേ നടന്നിരുന്നു എന്നതാണ്. ദേവഗണത്തിൽപ്പെട്ട തടി പൂജാതി കർമ്മങ്ങൾ ചെയ്ത് മരത്തിനോട് അനുവാദം വാങ്ങി മുറിച്ചിട്ട് പലക രൂപത്തിൽ പണി ചെയ്യുന്നു. ഉത്തമ കണക്കിൽ പലകയുടെ അളവ് നിർണയിച്ച് പ്രകൃതി വർണ്ണങ്ങൾ ചാലിച്ച് അവയിൽ ഏറ്റവും വലിയ അളവിലുള്ള വില്ലിൽ അനന്തശായിയായ മഹാവിഷ്ണുവിൻ്റെ വീരശയനവും രണ്ടാമത്തെ അളവിലുള്ള വില്ലിൽ ദശാവതാരവും ശ്രീരാമകഥയും മൂന്നാമത്തെ അളവിലുള്ള വില്ലിൽ കൃഷ്ണലീലയും വരയ്ക്കുന്നു. അനുഷ്ഠാനങ്ങളോടെ വരച്ചെടുക്കുന്ന ഓണവില്ല് ഉത്രാട ദിനത്തിൽ പരദേവതാസ്ഥാനത്ത് പൂജയ്ക്ക് വയ്ക്കും. തിരുവോണനാൾ പൂർവികരുടെ ആശീർവാദത്തോടുകൂടി ബ്രാഹ്മമുഹൂർത്തത്തിൽ വീണ്ടും പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നു. കുടുംബക്കാരണവർക്ക് ഓണക്കോടിയും ദക്ഷിണയും നൽകി വന്ദിച്ച് ഓണവില്ലുകൾ കുടുംബ പരദേവതാസ്ഥാനത്തു നിന്നും അനുവാദം വാങ്ങി അതിരാവിലെ ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിക്കും. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കാൽനടയായും കുതിരവണ്ടിയിലും അലങ്കരിച്ച് ഭഗവാന് ചാർത്താൻ വേണ്ടി കൊണ്ടുപോകുന്ന രീതി കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഇപ്പോൾ വാഹനത്തിൽ കൊണ്ടുപോകുന്ന രീതിയായി മാറി. ഓണവില്ല് ചാർത്തിയ ഭഗവാനെ ആദ്യം കാണുന്നതിനുള്ള അവകാശം അവ നിർമ്മിച്ച ശില്പികൾക്കും കുടുംബാംഗങ്ങൾക്കുമാണ്. അതുകഴിഞ്ഞ് രാജകൊട്ടാരത്തിൽ നിന്നും പൊന്നുതമ്പുരാനും കുടുംബാംഗങ്ങളും ഓണവില്ല് ദർശനത്തിനായി എത്തും. ഓണവില്ല് ചാർത്തിയിരിക്കുന്ന 3 ദിവസങ്ങളിലും ഭഗവത് ദർശനത്തിനായി വൻതോതിൽ ഭക്തജനങ്ങൾ എത്താറുണ്ട്. തിരുവോണത്തിന് രാവിലെ പതിവ് പോലെ ഉണർന്ന് ഈശ്വരനെ ഭജിച്ച് ഭൂദേവിയിലേക്ക് പാദസ്പർശം ക്ഷമസ്വമി എന്ന് പറഞ്ഞ് എണീച്ച് കുളിച്ച് അമ്പലത്തിൽ പോകും. അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് അമ്പലത്തിൽ ഞങ്ങൾ കാണിക്കയും പട്ടും ഓണക്കോടിയും വയ്ക്കും. തിരുവിതാംകൂറിൽ 2 ക്ഷേത്രത്തിലേ ഉള്ളൂ, ഇപ്പോൾ ഒന്നേ ഉള്ളൂ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മാത്രം വില്ല് ചാർത്തുക എന്നൊരു ഏർപ്പാടുണ്ട്. പത്മനാഭസ്വാമിയുടെ പടം ഒരു ഇത്രയും വലിപ്പം ഒരു വില്ല്, നരസിംഹസ്വാമിക്ക് ദശാവതാരം, ശ്രീരാമന് രാമായണം, ശ്രീകൃഷ്ണന് ശ്രീകൃഷ്ണലീല. അത് കഴിഞ്ഞ് കൊട്ടാരത്തിൽ വരും. മൂത്തവരൊക്കെ കണ്ട് നമസ്കരിക്കും.
അവർ ഓണക്കോടി ഞങ്ങൾക്ക് തരും. വ്രതശുദ്ധിയോടെ തയ്യാറാക്കുന്ന ഈ ഓണവില്ലുകൾ വീട്ടിൽ പ്രത്യേക സ്ഥലത്ത് ഭക്തിയോടെ സൂക്ഷിച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുമെന്ന് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതിൻ്റെ ഈ പുറകിൽ പൂക്കൾ വരയ്ക്കും. പൂക്കൾ എന്ന് പറയുമ്പം ചതുർമുഖമായിട്ടുള്ള പൂക്കളാണ് ഇതിനകത്ത് വരയ്ക്കുന്നത്. അതിനും ഒരു കണക്കുണ്ട്. ഈ മുഖങ്ങൾ ഉള്ള 4 ദിക്കുകളെ നോക്കി നിൽക്കുന്ന ഈശ്വരന്മാരെ സങ്കല്പിച്ചിട്ടാണ് ഇത് വരയ്ക്കുന്നത്. പിന്നെ ഇത് വരയ്ക്കുന്ന സമയത്ത് തന്നെ ചില മന്ത്രങ്ങളുണ്ട്. മന്ത്രധ്വനിയോടുകൂടി വരയ്ക്കുന്നതുകൊണ്ട് ഈ ഭഗവാന്റെ ചൈതന്യം ഇതിനകത്ത് നിറഞ്ഞു നിൽക്കും. അത്രയും ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് വീട്ടിൽ ഓണവില്ല് കൊണ്ട് വച്ച് കഴിഞ്ഞാൽ വളരെയധികം ഐശ്വര്യമുണ്ടാകും. ഇത് ഈ ഓണവില്ലിൻ്റെ എല്ലാ വില്ലിൻ്റെയും പുറകിൽ ഇത്തരം ചിത്രങ്ങളാണ് വരയ്ക്കുന്നത്. പിന്നെ ഉള്ളത് ഇത് ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൊണ്ടു ചെന്നതിന് ശേഷം ഈ ഓണവില്ലിൽ 2 വശങ്ങളിലായിട്ട് കെട്ടുന്ന കുഞ്ചലമാണ്. കുഞ്ചലവും ഇത് ഞാണുമാണ്. ഈ ഞാണും കുഞ്ചലവും ഓരോ വില്ലിൻ്റെയും 2 വശങ്ങളിലായിട്ട് കെട്ടുക പതിവാണ്. ഇതിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നിർമ്മിക്കുന്നത് സെൻട്രൽ ജയിലിലെ തടവുപുള്ളികളാണ്. അവർ